So welcome back. അപ്പോൾ നമ്മൾ ഇന്ന് ട്രിഗ്നോമെട്രിയുടെ സെക്കൻഡ് ട്യൂട്ടോറിയലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വാല്യൂസൊക്കെ ആയിരുന്നു കണ്ടത്. ട്രിഗ്നോമെട്രിക് പർട്ടിക്കുലർ ആംഗിൾസിൻ്റെ വാല്യൂസ് 0 ഡിഗ്രി, 30 ഡിഗ്രി, 45, 60, 90. ഓക്കെ, ഈ ആംഗിൾസിലെല്ലാം ഉള്ള ട്രിഗ്നോമെട്രിക് റേഷ്യോസിൻ്റെ വാല്യൂസ് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി ആ വാല്യൂസ് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എഴുതാം. ഇപ്പോൾ ഫൈൻഡ് വാല്യൂ ഓഫ് 2 tan 30 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ 30. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും? 2 tan 30 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ 30 അങ്ങനെ, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രിഗ്നോമെട്രിക് റേഷ്യോസ് അതിൻ്റെ ഒരു ആംഗിൾ ആയിരിക്കും കൂടെ ഉള്ളത്. ഓക്കെ, ടാൻ തീറ്റ അല്ലെങ്കിൽ ടാൻ എ അങ്ങനെയല്ലായിരിക്കും, പകരം ഒരു ആംഗിളിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ ടേബിൾ നോക്കിയിട്ട് ആ ആംഗിളിൻ്റെ ടാൻ 30യുടെ വാല്യൂ എടുക്കുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ടാൻ 30യുടെ വാല്യൂ എത്രയാണ്? 1/√3. ഓക്കെ, അപ്പോൾ നമ്മൾ ടാൻ 30 ഉള്ളിടത്തെല്ലാം തന്നെ 1/√3 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു ടാൻ 30, അതിന് പകരം അപ്പോൾ 2 ഇൻറ്റു 1/√3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ 30. ടാൻ സ്ക്വയർ 30 എന്ന് പറയുന്നത് ടാൻ 30 ഹോൾ സ്ക്വയർ ആണ്. ടാൻ 30 ഹോൾ സ്ക്വയറിനെയാണ് ടാൻ സ്ക്വയർ 30 എന്ന് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇത് ഇങ്ങനെ എഴുതും. അതിനുശേഷം അപ്പോൾ 2 ഇൻറ്റു 1/√3 എന്ന് പറയുമ്പോൾ 2/√3 എന്ന് വരും, ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ 30യുടെ വാല്യൂ 1/√3. അപ്പോൾ 1/√3 ഹോൾ സ്ക്വയർ വരും. അപ്പോൾ ഇതെന്ത് വരും? 2/√3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1/√3 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ, അതായത് 1 തന്നെ, ഡിവൈഡഡ് ബൈ √3 സ്ക്വയർ. √3യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ വരും? ഇനി നമ്മൾ താഴെ ഡിനോമിനേറ്ററിൽ LCM എടുക്കണം. അപ്പോൾ ഇവിടെ ഓൾറെഡി 1/1 എന്നാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ LCM എടുക്കുമ്പോൾ എന്താവും? 3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് ന്യൂമറേറ്ററിൽ 2/√3 ഡിവൈഡഡ് ബൈ താഴെ എന്ത് വരും? 3 പ്ലസ് 1/3 എന്ന് വരും. ഓക്കെ, 3 പ്ലസ് 1/3. അപ്പോൾ 3 പ്ലസ് 1/3 എന്ന് വരുമ്പോൾ 4/3 എന്ന് വരും. ഓക്കെ, അപ്പോൾ അതായത് 2/√3 ഡിവൈഡഡ് ബൈ 4/3. അപ്പോൾ ഇതിങ്ങനെ ഡയറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ അറിയാത്തവർ ഇതിന് ഇങ്ങനെയാണെന്നത് മനസ്സിലാക്കുക. ഇത് 2/√3 ഡിവൈഡഡ് ബൈ 4/3 എന്നാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 2/√3 ഇൻറ്റു 4/3നെ റിവേഴ്സ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ ഡിവിഷൻ മാറ്റി മൾട്ടിപ്ലിക്കേഷൻ ആക്കുമ്പോൾ ആ ഫ്രാക്ഷൻ റിവേഴ്സ് ചെയ്യും. ഓക്കെ, 4/3 എന്നുള്ളത് 3/4 എന്നാകും. ഇനി നമുക്കിവിടെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ 2 1, 4 ഡിവൈഡഡ് ബൈ 2 2. അതുപോലെ തന്നെ ഈ √3 എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? 3 എന്നുള്ളതിന് നമുക്ക് എന്ത് എഴുതാം? √3 ഇൻറ്റു √3 എന്ന് എഴുതാം, അല്ലേ? √3 ഇൻറ്റു √3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണല്ലോ. 3ക്ക് പകരം അവിടെ √3 ഇൻറ്റു √3 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഈ ഒരു √3യും ഈ ഒരു √3യും തമ്മിൽ ഡിവൈഡ് ചെയ്ത് കളയാനും പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതുന്നത്. പിന്നെ ഇവിടെ ബാലൻസ് ഉള്ളത് 1 ഇൻറ്റു √3, അതായത് √3 ഡിവൈഡഡ് ബൈ ഇവിടെ 1 ഉണ്ട്, അപ്പോൾ 1 ഇൻറ്റു 2. ഓക്കെ, 1 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 2. അപ്പോൾ ഇതിൻ്റെ ആൻസർ √3/2 എന്നായിരിക്കും. ഓക്കെ, അപ്പം ഇതിൽ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആദ്യം ആ തന്നേക്കുന്ന ട്രിഗ്നോമെട്രിക് റേഷ്യോൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ വാല്യൂ ഏതാണെന്നുള്ളത് നമ്മൾ എഴുതുക. ആ വാല്യൂ ആ റേഷ്യോയുടെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് സാധാ ചെയ്യുന്ന മാതിരി ഇപ്പോൾ LCM എടുക്കേണ്ടി വരും, ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യേണ്ടി വരും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്യുക, ഫൈനൽ ആൻസറിലേക്ക് റീച്ച് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. sin 60 cos 30 പ്ലസ് sin 30 cos 60. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫൈൻഡ് ദ വാല്യൂ ഓഫ് sin 60 cos 30 പ്ലസ് sin 30 cos 60.
അപ്പോൾ ഇതും ജസ്റ്റ് ടേബിൾ നോക്കാം. സൈൻ 60യുടെ വാല്യൂ എന്താണ്? √3/2 ആണ്. കോസ് 30യുടെ വാല്യൂ അതും √3/2 ആണ്. ഓക്കെ, അപ്പോൾ ആ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ √3/2 ഇൻറ്റു √3/2 പ്ലസ് സൈൻ 30യുടെ വാല്യൂ 1/2 ആണ്. കോസ് 60യുടെ വാല്യൂ 1/2. അപ്പോൾ ഇവിടെ 1/2 ഇൻറ്റു 1/2. അപ്പോൾ √3 ഇൻറ്റു √3 എന്ന് പറയുമ്പോൾ 3 വരും. താഴെ 2 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 4 വരും. പ്ലസ് ഇവിടെ ന്യൂമറേറ്ററിൽ 1 ഇൻറ്റു 1 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 4. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടിടത്തും 4 ആണ് ഡിനോമിനേറ്ററിൽ. അപ്പോൾ നമ്മളത് LCM 4 തന്നെയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ 3 + 1 വരും. ഓക്കെ, അതായത് 4 ഡിവൈഡഡ് ബൈ 4, അതായത് 1 എന്നായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യാൻ എളുപ്പമാണ്. ഈ ടേബിളിലുള്ള വാല്യൂസ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നമുക്ക് തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.